സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത പ്രോബ്ലമാണ് ഈ മൊഡ്യൂളിൽ നോക്കുന്നത്. ഞാൻ പ്രോബ്ലം ഒന്ന് വായിക്കാം. എയർ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 305 കെൽവിൻ ഫ്ലോസ് ഇൻ എ സെൻട്രിഫ്യൂഗൽ കംപ്രസർ റണ്ണിങ് അറ്റ് 16,000 RPM. കേട്ടോ, ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഇവിടെ 1600 എന്നാണ്, 1600 അല്ല, 16,000 ആണ് കേട്ടോ. 16,000 RPM. Isentropic efficiency of the compressor is 80%. Outer diameter of the blade tip is 600 mm. Take a slip factor as 0.85. Calculate, first one, the temperature rise of air passing through the compressor. Second, the static pressure ratio. Okay. Assume that absolute velocities of air at inlet and outlet of the compressor are same. Take Cp for air equal to 1.005 kilojoule per kg Kelvin and gamma equal to 1.4. എല്ലാവരും ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു എന്ന് വിചാരിക്കുന്നു. എയറിൻ്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അതായത് ഇൻലെറ്റ് ടെമ്പറേച്ചറാണ് 305 കെൽവിൻ തന്നിട്ടുണ്ട്. കംപ്രസർ റൺ ചെയ്യുന്ന സ്പീഡ് 16,000 RPM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐസെൻട്രോപിക് എഫിഷ്യൻസി 80% പറഞ്ഞിട്ടുണ്ട്. ഔട്ടർ ഡയമീറ്റർ ഓഫ് ദ ബ്ലേഡ് ടിപ്പ്, അതായത് D2 600 mm ആണെന്ന് തന്നിട്ടുണ്ട്. സ്ലിപ്പ് ഫാക്ടർ, അതായത് 5S 0.85 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ടെമ്പറേച്ചർ റൈസ് ഓഫ് എയർ പാസിംഗ് ത്രൂ ദ കംപ്രസർ ആണ്. ടെമ്പറേച്ചർ റൈസ് ഓഫ് എയർ ആണ്, T2 മൈനസ് T1. ഓക്കെ. സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞു. പ്രഷർ റേഷ്യോ സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ ആണ്, അതായത് P2/P1 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. അസ്യൂം ദാറ്റ് ദ ആബ്സല്യൂട്ട് വെലോസിറ്റീസ് ഓഫ് എയർ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഓഫ് ദ കംപ്രസർ ആർ സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അത് പറഞ്ഞിരിക്കുന്നത്? ആബ്സല്യൂട്ട് വെലോസിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? V1 ആണ്, V1 V2 ആണ്. V1ഉം V2ഉം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? V1ഉം V2ഉം സെയിം ആണെന്ന് പറഞ്ഞാൽ എന്താണ് എടുക്കേണ്ടത്? നമ്മൾ സ്റ്റാഗ്നേഷൻ അല്ല, സ്റ്റാറ്റിക് ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, ആ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ടത്. ക്ലിയർ? ഓക്കെ. V1 ഈക്വൽ ടു V2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? എല്ലാം സ്റ്റാറ്റിക് കേസിലാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഗിവൺ ഡാറ്റ എഴുതി. ഇൻലെറ്റ് ടെമ്പറേച്ചറാണ് 305 കെൽവിൻ. കംപ്രസറിൻ്റെ സ്പീഡ് 16,000 RPM. ഐസെൻട്രോപിക് എഫിഷ്യൻസി 0.80. D2 0.6 meter. Slip factor 0.85. Cp 1.005 kilojoule per kg Kelvin. Gamma 1.4. ഓക്കെ, നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ആദ്യം കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ടെമ്പറേച്ചർ റൈസ് ഓഫ് എയർ പാസിംഗ് ത്രൂ ദ കംപ്രസർ അല്ലേ? അപ്പോൾ അതെങ്ങനെ കാണാം? ടെമ്പറേച്ചർ കാണാനായിട്ട് നമുക്ക് അറിയണ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ W ഈക്വൽ ടു mCp T2 മൈനസ് T1 ആണ്. അപ്പോൾ ടെമ്പറേച്ചർ റൈസ് എന്ന് പറയുമ്പോൾ T2 മൈനസ് T1 ആണ് നമുക്ക് കാണേണ്ടത്. റൈറ്റ് അല്ലേ? T2 മൈനസ്, ഞാൻ ഈ പോയിന്റർ മൂവ് ചെയ്യേണ്ട അവിടെ ശ്രദ്ധിക്കുക. T2 മൈനസ് T1 ആണ് നമുക്ക് കാണേണ്ടത്. ക്ലിയർ? അപ്പോൾ പെർ കെ ജി ആണ് അല്ലേ? വർക്ക് ഇൻപുട്ട് പെർ കെ ജി എന്ന് എടുക്കുമ്പോൾ M1 ആയി പോകും. സോ നമുക്ക് എഴുതാം W ഈക്വൽ ടു Cp ഇൻറ്റു T2 മൈനസ് T1. T2 മൈനസ് T1 ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വർക്ക് അറിയോ? നമുക്ക് അറിയില്ല. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കണം. CP ക്വസ്റ്റ്യൻ തന്നത്. അപ്പോൾ വർക്ക് കാണണം. അപ്പോൾ വർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? വർക്ക് ഡൺ പെർ കെ ജി ഓഫ് എയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. VW2 U2 ആണെന്ന് അറിയാം അല്ലേ? ഇതിലിപ്പോൾ വെയിൻ ആംഗിളിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ബ്ലേഡ് ടിപ്പ് ആംഗിൾ റേഡിയൽ ആണോ കർവ്ഡ് ആണോ എന്നും പറഞ്ഞില്ല. സോ നമുക്ക് VW2 U2 എന്നുള്ളത് മാത്രം കൺസിഡർ ചെയ്യാം അല്ലേ? W എന്ന് പറയുമ്പോൾ VW2 U2 എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഈ റിലേഷനിൽ ഇപ്പോൾ വർക്ക് കാണണമെങ്കിൽ നമുക്ക് VW2 U2 അറിയണ്ടേ അല്ലേ? VW2 U2 അറിയണം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുന്നതാണ് നോക്കുന്നത്. ഓക്കെ, വർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ അറിയണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ റിലേഷനിൽ നിന്ന് ഇപ്പോൾ VW2 കാണണമെങ്കിൽ നമുക്ക് സ്ലിപ്പ് ഫാക്ടർ അറിയാം. സ്ലിപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? VW2/U2 ആണെന്ന് അറിയാം. അപ്പോൾ ഇതിൽ നിന്ന് VW2 എന്ന് പറഞ്ഞാൽ എന്താണ്? 5S ഇൻറ്റു U2 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? 5S ഇൻറ്റു U2 എന്ന് എഴുതാം. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് VW2 കണ്ടുപിടിക്കാം. U2 നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. കാരണം എന്താ? U2 ഈക്വൽ ടു എന്താണ്? πD2 N/60 ആണ് അല്ലേ?
U2 എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, U2 എന്ന് പറഞ്ഞാൽ പൈ D2 n/60 ആണ്. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് U2 കിട്ടി. സോ നമുക്കിവിടെ ഇതിൽ U2ൻ്റെ വാല്യൂ കിട്ടി. VW2 കാണാനുള്ള റിലേഷൻ, കാരണം ക്വസ്റ്റ്യനിൽ സ്ലിപ്പ് ഫാക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ സ്ലിപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ VW2/U2 ആണ്. അതിൽ നിന്ന് VW2 = 5sU2 എന്ന് എഴുതാം. 5sൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നത് U2 നമ്മൾ ജസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. U2ൻ്റെ വാല്യൂ എത്രയാണ്? 502.65 ആണ്. ഓക്കെ, കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ VW2 കിട്ടും. ഇപ്പോൾ VW2 കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5s × U2 × U2 എന്നാവില്ലേ. ഇത് 5s × U2² ആയി. ഇപ്പോൾ 5s അറിയാം, U2 അറിയാം. ആ വാല്യൂ ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ വർക്ക് ഡൺ പെർ kg ഓഫ് എയർ കിട്ടി. 214,758.46 വാട്ട് പെർ kg ഓഫ് എയർ എന്ന് കിട്ടി. ഇനി കിലോ വാട്ടിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുന്നത്? /1000 ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ നമുക്കെന്താ ടെമ്പറേച്ചർ റൈസ് അല്ലേ കാണേണ്ടത്. അപ്പോൾ ടെമ്പറേച്ചർ റൈസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വർക്ക് ഇൻപുട്ട് പെർ kg ഓഫ് എയർ. ഇതാവുമ്പോൾ എന്താണ്? വർക്ക് ഇൻപുട്ട് ബൈ ദ കംപ്രസർ ആണെങ്കിൽ W = mCp T2 - T1 ആണ്. പെർ kg ആകുമ്പോൾ എന്താണ്? മാസ് 1 ആയി പോയി അല്ലേ. മാസ് 1 ആയി പോകുമ്പോൾ W = Cp × T2 - T1. ഇതിൽ Wയുടെ വാല്യൂ നമുക്ക് കിട്ടി, Cpയുടെ വാല്യൂ അറിയാം, T2 - T1 അറിയില്ല. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ അറിയാം അല്ലേ. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതാൻ കാരണം വർക്ക് ഫാക്ടർ നമ്മൾ അസ്യൂം ചെയ്യണു 1 ആയിട്ട് തന്നെ അസ്യൂം ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ W ആണ് എന്ത് ഇവിടെ ഇത്. സോ T2 - T1 ആണ്. T2 - T1 = എന്താണ്? W/Cp എന്ന് എഴുതാം. W/Cp, Wയുടെ വാല്യൂ എനിക്ക് അറിയാം, Cpയുടെ വാല്യൂ അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് വാല്യൂ എന്ത് കിട്ടി? 213.68 കെൽവിന് കിട്ടി. ക്ലിയർ? അതായത് ടെമ്പറേച്ചർ റൈസ് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ റൈസ് ഇതിപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ചെയ്യുമ്പോൾ കെൽവിൻ = എന്താണ്? ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയതുകൊണ്ട്. അപ്പോൾ ഇതിനെ 213.68 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതാം. ഓക്കെ, ടെമ്പറേച്ചർ ഓഫ് എയർ പാസിംഗ് ത്രൂ ദ കംപ്രസർ. ഓക്കെ, ദെൻ അടുത്തത് കാണേണ്ടത് എന്താണ്? നമുക്ക് സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ കാണണമെങ്കിൽ നമുക്ക് ഐസെൻട്രോപിക് കംപ്രഷൻ അറിയാം. ഐസെൻട്രോപിക് കംപ്രഷൻ ഓഫ് എയർ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം. ഈ ഒരു റിലേഷൻ ഉണ്ട്. ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഐസെൻട്രോപിക് കംപ്രഷൻ ഓഫ് എയർ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ്. സ്റ്റാറ്റിക് എടുക്കുന്നത് എന്താണ്? V1 = V2 ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ സ്റ്റാറ്റിക് ആണ് എടുക്കേണ്ടത്. നമുക്കിങ്ങനെ എഴുതാം. T2-T1 = P2-P1 ഹോൾ പവർ Γ - 1/Γ എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെയൊരു റിലേഷൻ നമ്മൾ ഐസെൻട്രോപിക് എഫിഷ്യൻസിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതണത്? എന്തുകൊണ്ടാണ് എഴുതണത്? നമ്മൾ ഇവിടെ TS ഡയഗ്രാം വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് T, ഇത് S ആണ്. ഇതൊരു കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ, ഇതൊരു കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ. ഇതിൽ ദിസ് ഈസ് അവർ ഐസെൻട്രോപിക് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഐസെൻട്രോപിക് ലൈൻ. ഇത് ആക്ച്വൽ കംപ്രഷനാണ് അല്ലേ. ഇവിടെ നമ്മൾ 1 എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ 2' എന്ന് പറയും, ഇവിടെ 2 എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ അഡിയാബാറ്റിക് പ്രോസസ്സ് ഇങ്ങനെ എഴുതാം. T2-T1 T2-T1 = P2-P1 ഹോൾ പവർ Γ - 1/Γ എന്ന് എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് P2-P1 ഹോൾ പവർ Γ - 1/Γ. അതെന്താ എഴുതണത്? എന്തുകൊണ്ടാണ് എഴുതിയത്? കാരണം ഈ റെഡ് ലൈനിൽ കാണുന്ന ഇതെന്താ കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനാണ്. അതുകൊണ്ട് 2' 2 എന്തായിരിക്കും?
കോൺസ്റ്റൻ്റ് ആയിരിക്കും. ക്ലിയർ? അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ റിലേഷൻ വെച്ചിട്ടാണ് പ്രഷർ റേഷ്യോ കാണുന്നത്. അതായത് T2-T1 ഈക്വൽ ടു P2/P1 ഹോൾ പവർ ഗാമ മൈനസ് പ്രഷർ റേഷ്യോ സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ P2/P1 ആണല്ലോ. ക്ലിയർ? അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ വാല്യൂസ് ഉണ്ട് എന്ന് അറിയണം. അപ്പോൾ T1 അറിയാം. P1 തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടില്ല? അത് നമുക്ക് T1 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ടേംസ് നമുക്ക് കാണണം. അതെങ്ങനെ കാണാമെന്നുള്ളതാണ്. ഓക്കെ, നമുക്കിവിടെ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി തന്നിട്ടുണ്ട് അല്ലേ. ഐസെൻട്രോപ്പിക് ഇപ്പോൾ പ്രീവിയസ് പ്രോബ്ലത്തിൽ ചെയ്തതാണ്. ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്? ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഈക്വൽ ടു T2- - T1/T2/T1 എന്ന് എഴുതാം. ക്ലിയർ? കാരണം സ്റ്റാറ്റിക് കണ്ടീഷനാണ്. അപ്പോൾ ഇതിന്ന് T2- T1 ഈക്വൽ ടു ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഇൻറ്റു T2 - T1 എന്ന് എഴുതിക്കൂടെ? ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയ റിലേഷനിൽ നിന്ന് എനിക്ക് T2- കിട്ടാൻ വേണ്ടിയിട്ടുള്ള റിലേഷനാണ് ഞാൻ ഈ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിയുടെ ഇക്വേഷനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് കിട്ടുന്നത് അല്ലേ. ഇതിൽ T1 എനിക്ക് നോൺ ആണ്, ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി അറിയാം. T2 - T1 എന്താണ് ഇവിടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ വാല്യൂസ് എല്ലാം ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? T2- T1 എന്ന് പറഞ്ഞാൽ 171 ആണെന്ന് കിട്ടി. ഓക്കെ, ഇതിൽ എനിക്ക് T2- എന്ന് പറഞ്ഞാൽ എന്താണ്? T2- ഈക്വൽ ടു 171 പ്ലസ് T1 അല്ലേ. അത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? T2- കിട്ടി. അപ്പോൾ ഈ ഐസെൻട്രോപ്പിക് റിലേഷൻ വെച്ചിട്ട് T2-T1 ഈക്വൽ ടു P2/P1 ഹോൾ പവർ ഗാമ മൈനസ് 1 T2- വാല്യൂ എനിക്ക് ഇവിടെ ആയി, T1 വാല്യൂ എനിക്കറിയാം. ആകെ അറിയാത്ത എന്താണ്? P2/P1 ആണല്ലോ കാണേണ്ടത്. അപ്പോൾ P2/P1 ആണ് വേണ്ടത്. അപ്പോൾ ഈ ഗാമ മൈനസ് 1/ഗാമൻ എന്താണ്? ഈക്വൽ ടുവിൻ്റെ ഈ സൈഡ് കൊണ്ടുപോയി T2 അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്ത് വരും? ഗാമ/ഗാമ മൈനസ് 1 വരും. സോ P2/P1 ഈക്വൽ ടു T2-T1 ഹോൾ പവർ ഗാമ/ഗാമ മൈനസ് 1 ആയി. T2- വാല്യൂ അറിയാം, T1 വാല്യൂ അറിയാം. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പോൾ പ്രഷർ റേഷ്യോ എനിക്ക് എത്ര കിട്ടി? 4.748 എന്ന് കിട്ടി. സോ ദിസ് ഈസ് അവർ റിക്വയർഡ് ആൻസർ, സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ. ക്ലിയർ? ഇതിൽ ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ്സ് ഇതാണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇതാണ്. അസ്യൂം ദാറ്റ് ആബ്സലൂട്ട് വെലോസിറ്റീസ് ഓഫ് എയർ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഓഫ് ദ കംപ്രസർ ആർ സെയിം. ഇതാണ് ഓർത്ത് വയ്ക്കേണ്ടത്. അതായത് V1 ഈക്വൽ ടു V2 ആണ്. ആകുമ്പോൾ എന്താണ്? T0 സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് എന്തായാലും സ്റ്റാറ്റിക് ആയിട്ട് മാറും. സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് ഈക്വൽ ടു എന്താണ്? സ്റ്റാറ്റിക് സ്റ്റേറ്റ് ആയിട്ടാണ് എടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം സ്റ്റാറ്റിക് കേസിൽ കണ്ട് പിടിച്ചിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ.